കായ്ച്ചു തുടങ്ങിയപ്പോൾ പത്തിരിക്കട്ടി കുറഞ്ഞ മോശം ഉൽപ്പാദനം തരുന്ന ഒരു ജാതി ഈ നല്ല ജാതിയിൽ നിന്നും കമ്പ് കൊണ്ടുപോയി ഒട്ടിക്കാൻ പോവുക. കമ്പ് ഗ്രാഫ്റ്റ് ചെയ്യാം എന്ന് കരുതുക. കമ്പ് കുത്തി ഒട്ടിക്കൽ മലയാളത്തിൽ പറയുന്നത്. നിറയെ കായ്ച്ചാണ്. ഏരമൊക്കെ വളഞ്ഞു കിടക്കുമായിരുന്നു. ഏരത്തിനൊക്കെ കമ്പ് കൊടുത്തിരിക്കുമായിരുന്നു. ഇതിലൊരു 3000-ഓളം കായ ഉണ്ടായിരുന്നു. ഇതിൽ നിന്നൊരു കമ്പ് എടുക്കാം. കമ്പ് പോയി കണ്ടിക്കാൻ പോകും. ഇതിന് നല്ല മൂർച്ചയുള്ള കത്തി, ബട്ടിങ് കത്തി. ഇത് പ്രത്യേകം പറഞ്ഞത് എടുത്തതാണ്. ഇതിൽ നിന്നും നല്ല തൈ പോലെ മരം പോലെ മുകളിലേക്ക് വളരുന്ന മുള ഉണ്ടായിട്ടുണ്ട്. ഇതിൽ നിന്നൊരെണ്ണം കണ്ടിക്കാൻ പോവാം. ഇതെല്ലാം ഒട്ടിക്കാൻ കൊള്ളാമെന്നാണത്. 1, 2, 3, 4 ഒരെണ്ണം കണ്ടിക്കാൻ പോവാം. ഇതിൻ്റെ ഇല പൊഴിഞ്ഞ ഭാഗം, ഈ ബഡ് കണ്ണുള്ള ഭാഗം ഈ ശിഖരം കണ്ടിച്ച് കളഞ്ഞിട്ട് കഷ്ണങ്ങളാക്കി മുറിച്ച് വേറൊരു ജാതിയിൽ ഗ്രാഫ്റ്റ് ചെയ്യാൻ പോവാം. ഗ്രാഫ്റ്റ് ചെയ്യാനുള്ള ജാതിയുടെ അടുത്തേക്ക് പോകുന്നു. പുതിയ നല്ല ഇനം ജാതികൾ സെലക്റ്റീവായ മരത്തിൻ്റെ പട്ടെടുത്തൊട്ടിച്ച് നല്ല തൈ ഉണ്ടാക്കുന്നതിന് വേണ്ടി സ്വന്തം ആവശ്യത്തിനായി കുരുമുളപ്പിച്ച് വെച്ചിരിക്കുക. നഴ്സറി നടത്താനൊന്നും ഉദ്ദേശമില്ല. ഉള്ള കാര്യം പറയുവാണ്. ഒട്ടിക്കാൻ കമ്പെടുക്കുമ്പോൾ കായ്ച്ച് 10 വർഷം കഴിഞ്ഞതിന് വേണം എടുക്കാൻ. ഇത് 10 വർഷം ആയില്ല. പക്ഷേ എനിക്ക് ഇത്രയും പ്രായമുള്ളതേ ഉള്ളൂ. ഇത് കായ്ച്ച് തുടങ്ങിയിട്ട് 6 വർഷമായിട്ടുള്ളൂ. ഇതിൽ നിന്ന് ഞാൻ ഒട്ടിക്കാൻ പോവാം. നഴ്സറിയിൽ നിന്നും വലിയ വില കൊടുത്ത് 800 രൂപ വില കൊടുത്ത് 3 വർഷം പ്രായമായ വലിപ്പമുള്ള തൈ വാങ്ങി നട്ടതാണ്. അത് ഇത്രയും വളർന്ന് കായ്ച്ചപ്പോൾ അതിന് പത്രി തീരെ മോശമാണ്. വളരെ നല്ല ഇനമാണെന്നൊക്കെ പറഞ്ഞ് നഴ്സറിക്കാർ തന്നാലും എല്ലാം ഒന്നും ശരിയാകത്തില്ല. ചുരുക്കം ചിലതൊക്കെ നന്നായി വരുന്നുണ്ട്. ഇതിൻ്റെ ശിഖരങ്ങൾ ഇത്രയും വെളിച്ചമുള്ളിടത്ത് പോലും ഇത് പാർശ്വശിഖരം പടർന്നു വരുന്നില്ല. നേരെ പൊങ്ങി പോവുക. ഇത് വെട്ടിക്കളയാൻ പോവുക. എന്നിട്ട് വീണ്ടും ഗ്രാഫ്റ്റ് ചെയ്യാൻ പോവുക. വെട്ടാൻ പോവുക. ഇത് ടോപ്പ് വർക്ക് ചെയ്യാണ്. കുറച്ച് ശിഖരം നിർത്തും, മുകളിൽ ഗ്രാഫ്റ്റ് ചെയ്യും. ജാതി ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ 1, 2 സ്റ്റെപ്പ് നിർത്തി മുകളിൽ ചെയ്യുന്ന, ഇങ്ങനെ കമ്പ് നിർത്തിയിട്ട് ചെയ്യുന്നതാണ് പിടിക്കാനും എളുപ്പം, പിന്നീട് നല്ല വളർച്ച കിട്ടാനും. അതുകൊണ്ട് സ്റ്റെപ്പ് നിർത്തി വെട്ടുക. ജാതിയുടെ വെട്ടിയ മുറി ചതഞ്ഞതെല്ലാം കളഞ്ഞ് വൃത്തിയാക്കുക. ഗ്രാഫ്റ്റ് ചെയ്യുന്ന കമ്പ് ആപ്പ് പോലെ ചെത്തി അത് വയ്ക്കുന്നതിനുള്ള തൊലി താഴെയിട്ട് വരിക. ഇതിൻ്റെ കറ പോകാനൊരു ശകലം നേരം
വയ്ക്കുന്നു. ഇതിനെപ്പോഴും ഇത്തിരി കറയുള്ള മരമാണ്. നേരത്തെ നമ്മൾ മുറിച്ച് വെച്ച കമ്പ് വൃത്തിയാക്കി മൂർച്ചയുള്ള കത്തിക്ക് വീണ്ടും ചെത്തി ആപ്പാക്കി ജാതിയിൽ തൊലി മാറ്റി പിടിപ്പിക്കാൻ പോവുക. ഇതൊരു ശകലം നിർത്തി ബാക്കി കണ്ടിച്ച് കളയുക. അവിടെ ഇറങ്ങിയിരുന്നു നിർത്ത. അതവിടെ അടുത്ത നിൽക്കുന്നു. അടുത്ത കമ്പ് വയ്ക്കുന്നു. മുറിച്ച് കളഞ്ഞില്ല എന്താ കുഴപ്പം? മുറിച്ച് കളയുന്നതാ നല്ലത്. മുറിച്ച് കളഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമില്ല, ഇങ്ങനെയാ ചെയ്യാറ്. ആ ചെറുതായിട്ട് ചെരിച്ച് എത്തിയ വശത്തേക്ക് തൊലി മൂടുത്തൊക്കെ മാത്രം നിർത്തിയിട്ട് ബാക്കി കണ്ടിച്ച് കളയുക ചെയ്യും. കമ്പിന്റെ രണ്ട് സൈഡും കട്ട് ചെയ്യണം. രണ്ട് സൈഡും കണ്ടിച്ച് ആപ്പ് പോലെയാക്കണം. രണ്ട് സൈഡും കണ്ടിച്ച് ആപ്പ് പോലെയാക്കണം. അതിലൊരു വശം അല്പം കുറച്ചാണ് ചെത്തുക. ഇത് തൊലി മാത്രമേ മാറ്റുന്നുള്ളൂ. ചില ആപ്പ് വയ്ക്കുന്നതിന് തടിയോടെ കുളക്കും നടുവേ. ഇതങ്ങനെയല്ല, സൈഡ് തൊലി മാത്രമേ മാറ്റുന്നുള്ളൂ. ഇത് ഒരു സൈഡ് കുറച്ച് ചെത്തി, അടുത്ത സൈഡ് കുറച്ചുകൂടെ കയറ്റി ചെത്തുന്നു. കയറ്റി ചെത്തിയ വശം ഉള്ളിൽ വരുമോ? ഉള്ളിൽ ജാതിയോട് ചേർത്ത് തടിയോട് ചേർത്ത് കൂടുതൽ ചെത്തിയ വശം വയ്ക്കും. ഈ മരത്തിൻ്റെ തൊലി എടുക്കുമ്പോൾ അവിടെ ഒരു വെള്ളം, മരത്തിൻ്റെ വെള്ളം ഒരു പശ പോലെയുണ്ട്. അതിലേക്ക് നമ്മൾ ചെത്തുന്ന കമ്പിലെ വെള്ളവും വലിയുന്ന കമ്പിലെ പെട്ടെന്ന് സെക്കൻഡുകൾക്കുള്ളിൽ വയ്ക്കണം. ആ ജീവൻ്റെ ആ വെള്ളം ആണ് ഇത് വീണ്ടും തൊലിയായി മാറുന്നത്, പിടിക്കുന്നത്. ഈ സൈഡുകളിലെ തൊലി മൂത്ത് വന്നിട്ട് വേണം ഇവിടെ സൈഡ് തൊലി മൂത്ത് വന്നിട്ട് വേണം ഇത് മുളയ്ക്കാൻ. ഇതിനി പ്ലാസ്റ്റിക് നാടയ്ക്ക് കെട്ടാൻ പോവാം. ഇത് പ്ലാസ്റ്റിക് നാടയ്ക്ക് കെട്ടാൻ പോകും. നല്ല മുറുകെ കെട്ടണം. ഇത് അവിടെ നിന്ന് തെറ്റാതെ ഇളകാതെയും തെറിച്ച് പോകാതെയും നല്ല ഭംഗിയായിട്ട് ആ ഇരുന്ന ലെവലിൽ തന്നെ ഇതിനെ കെട്ടി ഉറപ്പിക്കും. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് വശം അതിൻ്റെ ആ വെള്ളമായിട്ട് നല്ലപോലെ പ്രസ്സായി. ഈ പ്ലാസ്റ്റിക് വള്ളി പുറകോട്ട് പോകാൻ സാധ്യതയുണ്ട്. ഒരു പ്രാവശ്യം കൂടെ കെട്ടുക. ഇത് ഇങ്ങനെ താഴെ നിന്നും ഓരോ ചുറ്റും കവർ ചെയ്ത് അതിൻ്റെ മുകളിലൂടെ ചുറ്റി വന്ന വെള്ളം ഇറങ്ങല. മഴയില്ലാത്ത സമയത്ത്
ഇങ്ങനെ ചുറ്റിയാൽ മാത്രവും ഇത് പിടിക്കും. ഇപ്പോൾ ഇതിന് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കൂട് കൊണ്ട് മൂടും. ഇതിനകത്ത് വെള്ളം ഇറങ്ങത്തില്ല. നല്ല സൂര്യപ്രകാശം കടക്കുന്നതും കാറ്റ് കടക്കാത്തതുമായ ഒരു നല്ല കൂട് വിട്ട് ഇത് മൂടുന്നു. ഈ കൂടും പുറമെ കെട്ടി ഉറപ്പിക്കുന്നു. ഒരു മാസം കഴിഞ്ഞ് കൂടെടുത്ത് നോക്കുന്നു. പച്ച കമ്പുകൾ അതേപടി പച്ചയ്ക്ക് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഉറക്കം തെളിഞ്ഞ് ഏരങ്ങൾ വരാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിടിച്ചു. അപ്പോഴും ഇതിൻ്റെ അകത്തെ കെട്ട് അഴിക്കരുത്, അത് വീണ്ടും മുളച്ചു വരും. ഇത് ഈ രീതി ചെയ്തത് പിടിച്ചത് വേറെ എണ്ണം നിൽപ്പുണ്ട്. അത് റെക്കോർഡ് ചെയ്യാം. പറഞ്ഞു തരില്ല, ഒന്നും പറഞ്ഞാൽ ആ ജാതിയുടെ അടുത്തേക്ക് പോകുന്നു. ചോദിച്ചു. ഇപ്പം കളറ് ഇപ്പം ഇത് ട്രാൻസ്പെറൻ്റ് അല്ലേ കവറ്? അപ്പോൾ നമുക്ക് ഒരു സാധാരണ ഒരു ചിമ്മിക്കോട് ഇട്ടാൽ കളറുള്ള കവർ ഇട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഈ നല്ല സൂര്യപ്രകാശം ഉള്ളിൽ കിടക്കുമ്പോൾ ഈ കമ്പിൽ പച്ച നിറമുള്ളതാണ് ഞാൻ ചെയ്തേക്കുന്നത്. ഇതാണ് ഏറ്റവും നല്ലത്. ഈ പച്ച നിറം ഇല പോലെ പ്രവർത്തിക്കുകയും ഈ വെളിച്ചം കിട്ടുന്നത് പെട്ടെന്ന് തന്നെ തളുക്കാൻ സഹായിക്കുകയും ചെയ്യും. മറ്റേതിൽ അധികം സൂര്യപ്രകാശം കയറത്തില്ല അല്ലേ? കളറുള്ള കൂടി സൂര്യപ്രകാശം കിടക്കുന്ന കുറയും. ഇങ്ങനെ ഒരു ജാതിയെ ഗ്രാഫ് ചെയ്ത് പിടിച്ചിട്ടുണ്ട്. അങ്ങോട്ട് പോവാം. ഒരു മാസം മുമ്പ് കമ്പ് ഗ്രാഫ്റ്റ് ചെയ്തത്, കമ്പൊട്ടിക്കൽ നടത്തിയത് പിടിച്ചു, ഇല വന്നു. ഇതിനി ഒരു മാസം കൊണ്ട് നല്ല ശക്തിയിൽ വളർന്നു വരും. ഇത്രയും വലിപ്പമുള്ള ഒരു ജാതി വെട്ടിയതാണ്. ഇത് കായ്ച്ചതാണ്. ഇത് മോശമായതുകൊണ്ട് വേറെ നല്ല ഇനം ഒട്ടിക്കുക. ഒട്ടിച്ചതാണല്ലേ?